സി ബാലകൃഷ്ണന്റെ വിഷയത്തില് അവരുടെ ബാധ്യത ഏറ്റെടുക്കുമോ എന്നുള്ളത് KPCC ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇന്നലെ VD സതീശൻ പറഞ്ഞത്. നിശ്ചയമായി ഞങ്ങളല്ലേ ഏറ്റെടുക്കണ്ടേ. അദ്ദേഹം ഇങ്ങനെ ഒളിവിൽ കഴിയുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു ഒരു പിന്നെ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാൾ പിന്നെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരൂല്ലേ? സ്വാഭാവികല്ലേ? ജാമ്യം കിട്ടുന്നവരെ ആൾ ഇതെന്താണ് ജാമ്യം കിട്ടുന്നത്? നിയമനം നൽകാമെന്ന് സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിന് നിയമനം നൽകാമെന്ന് പറഞ്ഞ് IC ബാലകൃഷ്ണൻ 15 ലക്ഷം രൂപ വാങ്ങിയെന്ന ആരോപണം വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒറ്റക്ക് വരേണ്ടത് അഭിപ്രായമല്ല. അതിനൊക്കെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കൂ. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് മുക്കിനും മൂലയിൽ നിന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഉത്തരം പറയാൻ പറ്റുമോ? IC ബാലകൃഷ്ണൻ ഒളിവിലാണെന്നുള്ളത് കെ സുധാകരൻ സമ്മതിക്കുകയാണ്. അത് ഒന്ന്. മറ്റൊന്ന് PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. PV അൻവറിൻ്റെ കാര്യത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയാണ് PV അൻവറിനോട് മമത കൈവിടാതെ, എന്നാൽ UDFിലെയും കോൺഗ്രസിലെയും ആഭ്യന്തര സംഘർഷം, ഇതേ തുടർന്നുള്ള സമ്മർദ്ദം ഒക്കെ പ്രതിഫലിക്കുന്ന തരത്തിൽ വ്യക്തതയില്ലാതെയാണ് കെ സുധാകരൻ്റെ വാക്കുകൾ എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സ്വാതി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞത് വിവിധ വിഷയങ്ങളിൽ അക്കമിട്ട്? അജിൻഷാദ്, ഏറ്റവും പ്രധാനമായി ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള വിഷയം ഈ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് ആരോപണങ്ങളാണ്. ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഒന്ന് ചോദിച്ചത് ഇദ്ദേഹത്തിന്റെ, അതായത് ഈ കുടുംബം നേരിടുന്ന ബാധ്യതയുണ്ട്, ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കം പറഞ്ഞത് KPCCയുടെ ഉത്തരം വരണം, അല്ലെങ്കിൽ KPCC ആണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യത്തിൽ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ കെ സുധാകരന്റെ മറുപടി എന്ന് പറയുന്നത് അത് തീർച്ചയായും ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, അത് ആലോചിച്ച് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത് ഈ IC ബാലകൃഷ്ണൻ ഒളിവിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കർണാടകയിലാണെന്നും ഒരു വീഡിയോ സന്ദേശമൊക്കെ തന്നെയും പുറത്തു വന്നിരുന്ന സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ ഒളിവിൽ കഴിയുകയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് വാറന്റുള്ള ഒരാൾ എന്തായാലും ഒളിവിൽ കഴിയില്ലേ, അത് സ്വാഭാവികമാണ് എന്നുള്ള തരത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സുധാകരൻ സംസാരിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എടുത്തു കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും വലിയ കുരുക്കിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കടബാധ്യത, കുടുംബത്തിന്റെ ബാധ്യത, ഒപ്പം കുടുംബത്തിന്റെ വലിയ പ്രതികരണങ്ങളൊക്കെ തന്നെയും പുറത്തു വന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഇദ്ദേഹം ഒളിവിൽ കഴിയുന്നത് അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു ന്യായീകരണത്തിലേക്ക് തന്നെയാണ് KPCC പോകുന്നത്, കോൺഗ്രസ് നേതൃത്വം പോകുന്നത് എന്ന് പറയേണ്ടി വരും. IC ബാലകൃഷ്ണൻ ഒളിവിലാണ് എന്ന കാര്യം കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാർ അംഗീകരിക്കുന്നില്ല. ഒളിവിലാണെങ്കിൽ തന്നെയും കർണാടകയിലേക്ക് പോയി, കല്യാണത്തിന് പോയി എന്നൊക്കെയാണ് വിശദീകരണമായി എത്തുന്നത്. അതാണ് കെ സുധാകരൻ പൊളിക്കുന്നത്. അദ്ദേഹം അറിയാതെ പറയുകയാണ്. സ്വാതിയുടെ ചോദ്യത്തിന്, കൈരളി ന്യൂസിൻ്റെ ചോദ്യത്തിനോട് അദ്ദേഹം അറിയാതെ പറയുകയാണ് ശരിയാണ്, സ്വാഭാവികമായി ഒളിവിലായിരിക്കുമല്ലോ എന്ന്. അതെ 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 കോൺഗ്രസ് ഇതുവരെയും മറച്ചു വെച്ച കാര്യം, അദ്ദേഹം ഒളിവിലാണെന്ന് ഇതുവരെയും സമ്മതിക്കാതെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നേതൃത്വം ഒഴിയുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എന്നാൽ സുധാകരന്റെ വായിൽ നിന്നും ആ സംഗതി നേരെ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ചോദ്യത്തിനോട് ഇത് സ്വാഭാവികമാണ്, അറസ്റ്റ് വാറന്റ് ഉള്ള ആളല്ലേ, അപ്പോൾ അദ്ദേഹം ഒളിവിൽ കഴിയും, കർണാടകയിൽ അപ്പോൾ അദ്ദേഹം ഒളിവിൽ കഴിയുകയാണെന്ന് തുറന്ന സമ്മതമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരന്റെ വായിൽ നിന്നും നമ്മൾ കേട്ടത്. അജിംഷാദ്, ഈ ND അപ്പച്ചൻ്റെ കാര്യം, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഈ IC ബാലകൃഷ്ണനോടൊപ്പം? ഈ അദ്ദേഹം ഇറങ്ങി വന്ന ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകാനുള്ള തിരക്കിൽ തന്നെയായിരുന്നു. എന്നാലും ഈ ചോദ്യത്തിനോട് അദ്ദേഹം മറുപടി പറയുമ്പോൾ ഈ സുൽത്താൻ ബത്തേരി അടക്കമുള്ള മറ്റു വിഷയങ്ങൾ കൂടി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഷയത്തിൽ ഇപ്പോൾ ഒന്നും തീരുമാനം പറയാൻ കഴിയില്ല, എല്ലാം പാർട്ടി കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് അറിയിക്കും എന്നുള്ളൊരു തീരുമാനം പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ന്യായീകരണം മാത്രമല്ല കൈരളി ന്യൂസ് തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയം, ഈ വിഷയങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ്. അതിൽ ഒരു പ്രത്യേക ദിശ ഈ 15 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ്റെ ഓഫീസ് വാങ്ങി എന്നുള്ളതാണ്. അതായത് IC ബാലകൃഷ്ണന് വേണ്ടി കൈനിക്കൽ ബെന്നി വാങ്ങി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിൻ്റെ വെളിപ്പെടുത്തലടക്കം, അതായത് ഈ പണം നൽകിയ ആളിൻ്റെ വെളിപ്പെടുത്തലടക്കമാണ് കൈരളി ന്യൂസ് വാർത്ത നൽകിയത്. ഇതേ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? 15 ലക്ഷത്തിൻ്റെ കാര്യം അദ്ദേഹം ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇത് മാത്രമാണ്. ഈ IC ബാലകൃഷ്ണൻ അല്ല, അദ്ദേഹം പറഞ്ഞ സ്വാതി, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അത് തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനാകില്ലല്ലോ, അതേ സംബന്ധിച്ചൊന്നും ഇപ്പോൾ താൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ എല്ലാവരും കുടുങ്ങും, എല്ലാവരും തൂങ്ങും എന്ന് പറഞ്ഞിരുന്ന കെ സുധാകരൻ
ഈ വിഷയത്തിൽ കൂടുതൽ ആടി ഉലയുന്നു. ഉള്ളിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ കെ സുധാകരനിലൂടെ പുറത്തു വരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വാക്കുകളും ദുർബലമാകുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്. പിന്നീട് മാത്രമല്ല എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, CPIM ആവശ്യപ്പെട്ടൊരു കാര്യം ഉണ്ട്. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അതായത് ഈ നഷ്ടപരിഹാരം നൽകേണ്ടത് KPCC ആണ്. അതേ സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് സമ്മതിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ചോദ്യം, അതായത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കടബാധ്യത വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഏറ്റെടുത്തില്ലെങ്കിൽ അതിൽ CPIM ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. ആ വിഷയത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞത് അത് KPCC ആണ് അതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടബാധ്യത എന്തു വന്നാലും ഞങ്ങൾ ഏറ്റെടുക്കും, കൂടിയാലോചിച്ച് പറയുമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ IC ബാലകൃഷ്ണന് വേണ്ടി 15 ലക്ഷം ഓഫീസ് സ്റ്റാഫ് കോഴ വാങ്ങിയ സംഭവത്തിലടക്കം ഈ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആ വാർത്തകളൊക്കെ തന്നെയും കാണുന്നതാണ്. അത്തരത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെയും നടക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഈ കടബാധ്യത സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അത്തരത്തിലായിരുന്നു. കടബാധ്യത വന്നാൽ അത് നോക്കും, പരിഗണിക്കും എന്ന തരത്തിലൊരു നിസ്സാരമായ ആ വിഷയത്തെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് വേണം പറയാൻ. മാത്രമല്ല അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം കോഴ വാങ്ങിയത് നിയമവിരുദ്ധം. ആ കേസ് തേച്ചു മായ്ക്കാനായി ശ്രമിക്കുന്നു എന്നത് ആ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അത്തരത്തിൽ നിയമവിരുദ്ധതയുടെ കടുത്ത ഉള്ളടക്കം അതിലുണ്ട്. അതാണ് കൈരളി ന്യൂസ് ഇന്നും അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. കാരണം ഈ 15 ലക്ഷം രൂപ നൽകിയത് അത് തിരിച്ചു നൽകി ആ കേസിനെ അട്ടിമറിക്കാൻ, ഈ കൊടുത്ത ആളിനെ സ്വാധീനിച്ച് അട്ടിമറിക്കാനുള്ള ശ്രമം കൈനിക്കൽ ബെന്നിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നത് അതേ സംബന്ധിച്ചും കെ സുധാകരൻ അഡ്മിറ്റ് ചെയ്യുകയാണ് അല്ലേ, ഓൺ ചെയ്യുകയാണ്. അത് ശരിയാണെന്നുള്ള രീതിയിൽ അല്ലേ സ്വാതി? തീർച്ചയായും അജിംഷാദ്, അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും, അത് കൂടിയാലോചിക്കും. പക്ഷെ അതൊരു വാക്ക് മാത്രമാണ്. ഏറ്റെടുക്കുമെന്ന വാക്ക് പറയുമ്പോൾ CPIM ഇന്നലെ ഉയർത്തിയ ആ ചോദ്യത്തോട് ആ പ്രതിസന്ധിയിൽ ആവുന്ന കോൺഗ്രസ് ആ വാക്ക് മാത്രമാണ് പറയുന്നത്. എപ്പോൾ, എങ്ങനെ, എന്ത് എന്നതിനെ സംബന്ധിച്ച് കെ സുധാകരന് വ്യക്തതയില്ല. അത് ആലോചിക്കണം, കൂടിയാലോചിക്കണം, കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. തിരുവഞ്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം തടിയൂരിൽ നിന്ന് കടന്നു പോകുന്ന കാഴ്ചയാണ് ദില്ലിയിൽ നാം കണ്ടതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.